ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ വെയ്റ്റ് ലോസ് ചലഞ്ചിൻ്റെ 4ാമത്തെ ദിവസം നമുക്ക് അങ്ങോട്ട് തുടങ്ങാം അല്ലേ. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം തുടങ്ങിയപ്പോൾ ഒരുപാട് പേരുടെ സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മുടെ കൂടെ ചെയ്യുന്നുണ്ട്. വെയ്റ്റ് ലോസ് നല്ല രീതിയിൽ നടക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ എന്താ പറയുക വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മുടെ പിന്നിൽ നമുക്ക് ഒപ്പം വേറെയും ഒരുപാട് ആൾക്കാരുണ്ടെന്ന് അറിയുമ്പോൾ നമുക്കും ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനും ഒക്കെ വരികയാണ്. അപ്പോൾ ഇത്തവണ ഞാൻ നല്ല സ്ട്രിക്റ്റായിട്ട് തന്നെ പോകുന്നുണ്ട്. എൻ്റെ മുഖമൊക്കെ കണ്ടില്ലേ, എൻ്റെ മുഖം നല്ല ഉണ്ട മോറായിരുന്നു. ഇപ്പോൾ കഥാ നല്ല ഒരു വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് എന്നെ ഇപ്പോൾ ഫോട്ടോത്തിലും വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ഒന്ന് നോക്കാം, അത് കഴിഞ്ഞിട്ടാകാം ബാക്കി പരിപാടികളൊക്കെ. അപ്പോൾ ഇന്നത്തെ വെയിറ്റ് നോക്കിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ ഒരു നമ്പർ കണ്ടിട്ട് ഒരു 4-5 വർഷം തന്നെ ആയിട്ടുണ്ട് ഞാൻ എൻ്റെ വെയിറ്റിൽ. കൊറോണ സമയത്ത് ഞാൻ കീറ്റോ ഡയറ്റ് ചെയ്തപ്പോൾ കണ്ടതാണ് കേട്ടോ ഈ നമ്പർ. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് നല്ലോണം ഉണ്ട്. 88 എന്നുള്ള ഒരു നമ്പർ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി നാളെ ചിലപ്പോൾ 89 തന്നെ ആവാം, എന്നാലും 88 കണ്ടാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാം. വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു 100-200 അങ്ങോട്ട് കൂടാ ഇങ്ങോട്ട് കുറേ അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്നും പേടിച്ച് നമ്മൾ നിർത്തരുത്. പക്ഷേ ഈ ഒരു നമ്പർ കണ്ടത് നമ്മൾ ഇത്രയും ദിവസം അത്രയും ബുദ്ധിമുട്ടിയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മളെ ഇൻ്റർമീഡിയറ്റ് നല്ല രീതിയിൽ നമ്മൾ പ്രവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് തന്നെ പോകാം. എല്ലാവരും വെയിറ്റ് ചെയ്യുന്നവരുടെയൊക്കെ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്നും വെയിറ്റ് നോക്കുകയെന്ന് പറയുന്നത് ഒരു നല്ല ഒരു കാര്യമൊന്നുമല്ല. എന്നാലും നമ്മൾ ഈ ഒരു ചലഞ്ച് ഉള്ള സ്ഥിതിക്ക് ഞാൻ എന്നും വെയിറ്റ് ഇടാമെന്ന് നിങ്ങൾക്ക് വാക്ക് തന്ന സ്ഥിതിക്ക് ഞാൻ വെയിറ്റ് നോക്കുകയാണ് കേട്ടോ. അപ്പം വെയിറ്റൊക്കെ നോക്കി ഞാനിത് ഇതുമ്പോൾ മദ്രസ കുട്ടി വന്നിട്ടോ വന്നപ്പം ഇന്ന് ഉമ്മ വരുന്നുണ്ട്. ഉമ്മ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മാനോട്. അങ്ങനെ വന്നതാട്ടോ. ഈ 2 ആഴ്ചക്ക് എത്ര പെട്ടെന്നാണ് കഴിയുന്നതെന്നൊക്കെ ഞങ്ങൾ ചിന്തിക്കൂട്ടോ. ഉമ്മ വിളിക്കുമ്പോഴാണ് പറയാം ഞാൻ നാളെ കേട്ടോ കാണിക്കേണ്ടത്, ഞാൻ വരുന്നുണ്ടെന്ന് പറയുമ്പോഴാണ് 2 ആഴ്ച ആയോ. അത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ പോകണം. ഒന്നും ആലോചിക്കാനോ ഒന്ന് ഇരിക്കാനോ ഒന്നും ടൈമില്ല മക്കളെ. നമ്മളിങ്ങനെ പാഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഇമ്മ കൊണ്ടുവന്നതാട്ടോ ഓട്ടട. ഞാൻ ഇന്നലെ രാത്രി അരി വെള്ളത്തിലിടാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ രാവിലെ ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് പഠിച്ചോനെ ഞാൻ ഒന്നും വെള്ളത്തിലിട്ടിട്ടില്ല, അരിപ്പൊടിയൊക്കെ കഴിഞ്ഞു ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യും എന്ന് മല്ലയ്യാന്നുള്ള രീതിയിലേക്ക് പോലാണ് ഉമ്മാനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തമ്മ ഉണ്ടാക്കി വിളിച്ചു നോക്കി ഉമ്മാക്ക്. വേഗം നമ്മുടെ പരിപാടി അതാണല്ലോ, ഉമ്മാക്ക് വിളിച്ചു നോക്കി. അപ്പോൾ ഉമ്മ പറഞ്ഞു ഇന്ന് ഓട്ടടയാണ്. ഞാൻ ഇപ്പാക്ക് മാത്രം അവിടെ ആരുമില്ല, നുജൂമും പിന്നെ വൈഫൊക്കെ. നുജൂമിൻ്റെ വൈഫ് ഓളെ വീട്ടിലാണ്. ഓളെ അനിയത്തിൻ്റെ കല്യാണം പ്രമാണിച്ച് ഒക്കെ എന്നും പോകേണ്ടത്, അവിടെ ഡ്രസ്സ് എടുക്കുക അങ്ങനെയൊക്കെയുള്ള തിരക്ക്. അടുത്ത മാസം കേട്ടോ കല്യാണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്കിലാണ് ഓൾ. അതുകൊണ്ട് ഓൾ അവിടെ വീട്ടിലില്ല. അപ്പോൾ ഇപ്പം മാത്രമുള്ളപ്പം ഉമ്മ ഇപ്പാക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടട ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇതുമൂന്ന് 2 കൊണ്ടുവരാൻ പറഞ്ഞു കേട്ടോ. കാരണം എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ വിളിച്ച് പറഞ്ഞു നിങ്ങൾ വരുമ്പോൾ പൊറോട്ട എന്തെങ്കിലും കൊണ്ടുവരണം. പക്ഷേ ഇതുമ്മ പോകാനാകുമ്പോൾ മൂപ്പര് ജസ്റ്റ് ഓളപ്പാണ്ട് വരലും ഇതുമ്മ പോലും ഒപ്പായിരിക്കും. അപ്പം ആ മൂപ്പര് കൊണ്ടുവന്ന ഫുഡ് കഴിക്കാനുള്ള ഒരു ടൈം ഇതുമൂന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ അമ്മക്ക് വിളിച്ച് ഉമ്മ എന്താ ഉണ്ടാക്കി ചോദിച്ചപ്പോൾ അതിൽ നിന്ന് 2 എണ്ണം കൊണ്ട് പോരാൻ പറഞ്ഞതാട്ടോ. അപ്പം പറഞ്ഞു അല്ലാ എനിക്ക് ഇന്നലെ എന്നെ പറഞ്ഞുകൊണ്ടേനോ ഞാൻ അത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാമെന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ തന്നെ അരി വെള്ളത്തിലിടൂലേ. ഞാൻ ഇന്നലെ നന്നായിട്ട് നേരത്തെ ഇങ്ങോട്ട് ഉറങ്ങി. അങ്ങനെ ഇതാ ഇതും ഓക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഓട്ടട. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനും ഓട്ടട ഭയങ്കര ഇഷ്ടമാണ്. ഈ മണ്ണിൻ്റെ നമ്മൾ പത്തിരിച്ചട്ടിയിലൊക്കെ ഉണ്ടാക്കുന്ന ഓട്ടട അല്ലേ, അതാണ് കേട്ടോ. അപ്പം എനിക്കത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മണ്ണിൻ്റെ ചട്ടിയൊക്കെ വാങ്ങി തന്നിട്ടുണ്ട്. ഞാൻ അതേപോലെ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് മയക്കി എടുത്തിട്ടില്ല കേട്ടോ. അപ്പം ഉമ്മ പറ കഞ്ഞി വെള്ളമൊക്കെ പാർന്നിട്ടാൽ മതി, ചായ തിളപ്പിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്ന് മയക്കി എടുക്കണം. കുറേ ആയി, ഒരു 2-3 മാസമായി എനിക്ക് വാങ്ങി തന്നിട്ട് ഇതുവരെ മയക്കിയിട്ടില്ല. ഇനി അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം എന്തായാലും അതൊക്കെ കഴിച്ച് ഇതും സ്കൂൾക്ക് പോയി. പിന്നെ എൻ്റെ കെട്ടിയവൻ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ പൊറോട്ട. അപ്പോൾ ഞാൻ വേഗം ചിക്കൻ കറി ഉണ്ടാക്കുന്നത്, ഒരു 2-3 പീസ് ചിക്കൻ കറി. ഇന്നലെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഈ ചിക്കൻ ഇങ്ങനെ നമ്മൾ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഭാഗത്തു നിന്നൊക്കെ ഇറച്ചി മാത്രം എടുത്ത് കട്ട് ചെയ്ത് എടുത്തതിൻ്റെ എല്ലും അതും ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ അതിലേക്ക് 2 ഉരുളക്കിഴങ്ങൊക്കെ കട്ട് ചെയ്ത് ചിക്കൻ മസാലപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ ചിക്കൻ കറി അങ്ങോട്ട് ഉണ്ടാക്കി. എനിക്കിത് ചായ ഞാൻ തിളപ്പിച്ച് അടിപൊളിയാക്കി നല്ലൊരു സ്ട്രോങ് ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇമ്മ വന്നപ്പോൾ അവിടുന്ന് ഇമ്മ ഒരു ഓട്ടാടയും ഒക്കെ കഴിച്ചിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഉമ്മക്ക് വിശക്കണില്ല, ഇപ്പോൾ ഒന്നും വേണ്ട, പൊറോട്ട ഉണ്ട് 4 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ കെട്ടിയവനും ഉമ്മക്ക് വേണ്ടിയിട്ട്. നമ്മൾ പൊറോട്ട തൊടാൻ പാടില്ല, പൊറോട്ടയൊക്കെ നല്ല കലോറിയുള്ള സാധനമാണ്, നമുക്ക് തൊട്ട് നോക്കാനേ പാടില്ല കേട്ടോ. അപ്പോൾ
എനിക്കിഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫുഡിൽ ഒന്നാണ് കേട്ടോ ഈ പൊറോട്ട. പക്ഷേ ഡയറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാരണവശാലും ടേസ്റ്റ് നോക്കാനും കൂടി പാടില്ലാത്ത ഒരു സംഭവമാണ് ഈ പൊറോട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് ചായ എനിക്ക് ഇത് കിട്ടിയാൽ തന്നെ രാവിലെ ഒരു ഉച്ച വരെയുള്ള എനർജി എനിക്ക് ഈ ഒരു ചായയിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. പക്ഷേ എല്ലാവരും അങ്ങനെ ആവില്ല, എല്ലാവർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും കേട്ടോ. അപ്പോൾ ഇഷ്ടങ്ങളായിരിക്കും അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് ചെയ്യാം. ഇമ്മതാ ഞാൻ നല്ല ചായ ഉണ്ടാക്കി അതിലേക്ക് ക്രീം ബണ്ണ് ഉണ്ടായിരുന്നു കേട്ടോ. ഉള്ളിൽ ഇങ്ങനെ ക്രീമായിട്ട് രണ്ട് സൈഡിൽ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ്. അപ്പം അമ്മക്ക് അത് ഭയങ്കര ഇഷ്ടം. പിന്നെ അതുമല്ല കഴിക്കാൻ നല്ല എളുപ്പമാണല്ലോ, സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല എളുപ്പമാണ്. അപ്പോൾ അത് ഉമ്മ അതൊക്കെ കഴിച്ചു. ഇപ്രാവശ്യം ഇപ്പം മാക്സി ഇട്ട് വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മാക്സിയാണ് ഇട്ട് വന്നത്, നൈറ്റ് ഇട്ട് വന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ വരുമ്പോൾ സാരി ഉടുത്താട്ടോ വരിക. വരുമ്പോൾ ഉമ്മ സാരിയിൽ എന്തെങ്കിലും ആവും എന്നൊക്കെ കരുതിയിട്ട് ഒന്ന് അടുക്കളയ്ക്കൊന്നും വല്ലാതെ അങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത്തവണ ഇമ്മ അടുക്കളയിൽ എന്തെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് പിന്നെ മാക്സി നൈറ്റ് ഇട്ട് വന്നതാട്ടോ. കാരണം വീഡിയോയിൽ ഞാൻ ഇങ്ങനെ പണി ചെയ്യുമ്പോൾ അമ്മക്ക് ഭയങ്കര ഇടങ്ങേറാത്രേ. അപ്പോൾ അമ്മ എന്നോട് പറയും ഇത് എന്തൊക്കെ പണികളാണ് എടുക്കണത്, എനിക്ക് കാണുമ്പോൾ ഇടങ്ങേറാന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ പറയും നിങ്ങൾ വീഡിയോ എടുക്കുക, ഇമ്മാൻ്റെ അടുക്കളയിൽ ഒരു ക്യാമറ കൊണ്ട് വെച്ചാൽ നമുക്കും ഉമ്മ എത്ര പണിയെടുക്കുന്നുണ്ട് അപ്പോഴേ മനസ്സിലാവുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് അമ്മ നമ്മളിപ്പോൾ ഈ പണിയൊക്കെ എല്ലാ വീട്ടമ്മമാരും എടുക്കുന്നതാണെന്നൊക്കെ പറയാം. പക്ഷേ ഇത്തവണ അമ്മ കുറച്ച് ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നൈറ്റൊക്കെ ഇട്ട് വന്നത് ആ പയറിന്ന് ബീൻസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെന്ന് ഇരുന്നുള്ള പണികളൊക്കെ ഇങ്ങനെ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയം ഞാൻ കുറച്ച് ഉമ്മക്ക് ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് ഈ പപ്പായ. അപ്പോൾ ഞാനത് അവിടെ ഉണ്ടായിരുന്നു. ആ പപ്പായും അതുപോലെ ആ പേരക്ക ഉണ്ടോ, പേരക്കൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. പേരക്ക ഉമ്മക്ക് അങ്ങനെ അങ്ങോട്ട് തിന്നാൻ അതിൻ്റെ കുരുവൊക്കെ കടിക്കാനൊക്കെ ഭയങ്കര പണിയാണ്. അപ്പോൾ പേരക്ക അതോടെ മാറ്റി വെച്ചിട്ട് പപ്പായ അങ്ങനെ കഴിക്കുന്നുണ്ട്. ഞാൻ അതിൽ നിന്ന് കുറച്ച് പപ്പായയും പേരക്കൊക്കെ ഞാൻ ഒരു 11:12 മണി ആ സമയമല്ലേ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അധികം വീഡിയോ എടുത്തിട്ടില്ല എന്നുള്ള ഒരു പേരക്ക ഞാൻ എന്തായാലും കഴിച്ചിട്ടുണ്ട്. പപ്പായ പിന്നെ ഞാൻ അധികം എടുത്തില്ല, ഉമ്മ കഴിച്ചോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ അധികം എടുത്തില്ല കേട്ടോ. അപ്പോൾ അതാണ് ഒരു 12 മണിയൊക്കെ ഫ്രൂട്ട്സ് നല്ല രീതിയിൽ തന്നെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇതാ ഉച്ചയ്ക്ക് ഞാൻ ലേശം ഗീ റൈസ് ഉണ്ടാക്കി. നല്ല അയലമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അയലമീൻ പൊരിച്ചും ചെയ്തു, നന്നായിട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് മുളകിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ സെറ്റായിട്ടോ. അപ്പം പയറുപ്പേരിയുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങൾ കഴിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഉമ്മയും ഇതും സ്കൂളിൽ വന്ന് അത് കഴിച്ചു, എൻ്റെ കെട്ടിയവനൊക്കെ കഴിച്ചു. ഞാനിതാ 2 മുട്ട അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓംലെറ്റ് അങ്ങനെ ഉണ്ടാക്കി. അതും ഒരു പൊരിച്ച മീനും ഒരു മുളകിട്ടത്തെ ഒരു തലയും പിന്നെ പയറുപ്പേരിയും കഴിച്ചിട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഉച്ചക്ക് ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും. കാരണം ഇതും സ്കൂളൊക്കെ വിട്ട് വന്ന് കഴിച്ച് പോയതിന് ശേഷം ഈ ഒരു സംഭവമാണ് ഞാൻ കഴിച്ചത് കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമുക്ക് വയറ് ഫില്ലാവുന്ന സംഭവമാണ്. അപ്പോൾ ഞാൻ പിന്നെ ഫ്രൂട്ട്സൊക്കെ നല്ല രീതിയിൽ കഴിച്ചതുകൊണ്ട് അത്യാവശ്യം കഴിച്ചതുകൊണ്ട് തന്നെ കുറച്ച് കാർബൊക്കെ നമ്മുടെ അകത്തായിട്ടുണ്ടാവുമല്ലോ. വെയിറ്റ് ലോസിൻ്റെ ഓരോ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ഓരോ കമൻറ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ. അപ്പോൾ ഞാൻ ഒരുപാട് വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്തതുകൊണ്ട് തന്നെ അതിൻ്റെ ചെറിയ എക്സ്പീരിയൻസ്, ഞാൻ വലിയ ഒരു ആളൊന്നുമല്ല എന്നാലും ചെറിയ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും 2 മുട്ടെങ്കിലും ദിവസം കഴിക്കണം. കാരണം അതിൽ പ്രോട്ടീനും ഫാറ്റും എല്ലാതും നമുക്ക് അത്യാവശ്യം വേണ്ട നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഒരു ഡയറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 മുട്ടെങ്കിലും നമ്മൾ കഴിക്കണം. പിന്നെ കാർബായിട്ട് നമ്മൾ ചോറ് തന്നെ തിന്നണം. ചോറാണ് കേടുന്നിപ്പോൾ അറിയാത്തപോലെ ആരുമില്ല അല്ലേ. അരിഭക്ഷണമാണ്, അതുപോലെ തന്നെ ഷുഗറാണ് നമ്മുടെ ശരീരത്തിന് തടിക്കാനും അസുഖങ്ങൾ വരാനും ഒക്കെ കാരണം നമുക്ക് അറിയാത്തപോലെ ആരുമില്ല. പക്ഷേ നമുക്ക് നമ്മുടെ ശരീരത്തിന് കാർബ് വേണം താനും അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ അത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് വെജിറ്റബിൾസിൽ നിന്ന് കാർബ് കിട്ടുന്നുണ്ട്, ഫ്രൂട്ട്സിൽ നിന്നും കാർബ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കൂടുതൽ വെജിറ്റബിൾസൊക്കെ ഒരുപാട് കഴിച്ചിട്ട് നമുക്ക് കാർബ് ഉണ്ടാവുകയാണ് നല്ലതെന്ന് എനിക്ക് തോന്നിട്ടോ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്. അപ്പോൾ കഴിയുന്നതും നമ്മൾ റൈസൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. കൂടാതെ നമുക്ക് നല്ല കഴിക്കാൻ കൊതിയൊക്കെ ഉണ്ടാകുമ്പോൾ കഴിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഞാൻ തന്നെ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി അല്ലെങ്കിൽ ഫ്രൈഡ് റൈസൊക്കെ കാണുമ്പോൾ ഞാൻ കഴിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കുറച്ച് കുറക്കും. അപ്പോൾ ഒരു കലോറി സംഭവങ്ങൾ നോക്കി ഇങ്ങനെ നമ്മൾ തന്നെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുമായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നു. പിന്നെ ഇൻ്റർമീഡിയറ്റ് ആകുമ്പോൾ നമ്മൾ കുറേശ്ശെ ഫുഡ്, അതായത് നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഫുഡ് അങ്ങോട്ട് ഫാസ്റ്റിങ് കഴിഞ്ഞ് ഫുഡ് അങ്ങോട്ട് തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും കുറച്ച് കഴിക്കുക. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സ് കുറച്ച് കഴിക്കുക. പിന്നെ കുറച്ച് അങ്ങനെയൊക്കെ കഴിക്കാമായിരിക്കും കൂടുതൽ നമുക്കും ആ ഒരു സംഭവം നല്ലതെന്ന് കേട്ടോ എനിക്ക് എൻ്റേതായിട്ടുള്ള തോന്നിയത് കേട്ടോ. അപ്പം എന്തായാലും എല്ലാവരും ചെയ്യുന്നുണ്ട് എന്നറിയാതിൽ ഒരു സന്തോഷമുണ്ട്. ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും എന്നെ അറിയിക്കുമെന്ന് വിചാരിക്കണു.
അപ്പോൾ വൈകുന്നേരം ഇതാ ഇമ്മ ഒന്നൊരു കിടന്നൊക്കെ ഉമ്മക്ക് ഉച്ചക്കൊരു കിടത്തില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. അപ്പോൾ ഒന്നും ഉറങ്ങി എഴുന്നേറ്റ് വന്നതാണ്. അപ്പോൾ ഉമ്മക്ക് ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് മധുരമില്ലാത്ത ചായയും ഒരു ഉള്ളിവടയൊക്കെയാണ് ഉമ്മ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ അതൊന്നും കഴിച്ചിട്ടില്ല. ഞാനിതാ എനിക്ക് ഈ ഒരു ക്രീം ബണ്ണ് കൊണ്ടുവന്ന മുതൽക്കേ എനിക്കൊരു കൊതിയുണ്ട് കേട്ടോ. ഇത് ഞാൻ ഈനൂട്ടിക്ക് കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിയതായിരുന്നു. അവൾ പിന്നെ കൊണ്ടുപോയില്ല, അവൾ വേറൊരു സംഭവം കൊണ്ടുപോയി. അപ്പോൾ ഇതിവിടെ കണ്ടപ്പോൾ തന്നെ എനിക്ക് കഴിക്കാൻ നല്ല കൊതിയുണ്ടായിരുന്നു. പക്ഷേ ഇത് മുഴുവൻ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് തന്നെ ഞാനിതാ ഇതിങ്ങനെ രണ്ടാക്കി ഇങ്ങോട്ട് കട്ട് ചെയ്തിട്ട് പകുതിയാണ് കഴിക്കുന്നത്. നമ്മളെ കൊതി അടങ്ങും ചെയ്യും. നമുക്ക് അത്ര ഫുള്ളായിട്ട് ഇങ്ങോട്ട് കഴിച്ചിട്ട് നമ്മൾ വെയിറ്റ് കൂട്ടും വേണ്ട. അപ്പോൾ ഇങ്ങനെ നമുക്ക് കൊതി നല്ല എന്തായാലും കഴിക്കണം എന്നൊക്കെ തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കുറേശ്ശെ കഴിക്കുക. അതൊരു ഭക്ഷണത്തിൻ്റെ സമയമാക്കി കഴിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇതാക്കാതെ നമ്മളിപ്പോൾ ഞാൻ നിർത്താൻ പോവുകയാണ്, നമ്മുടെ ഇന്നത്തെ ഫുഡ് നിർത്താൻ പോകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇത് കഴിച്ചുകൊണ്ടാണ് ഇത്. ഇപ്പോൾ ഇത് ഈ നേരം ഞാൻ സാധാരണ ബദാമോ കോഫിയൊക്കെയാണ് കഴിക്കാറ്. ഇപ്പോൾ ഇന്ന് ഞാനൊരു മധുരം ഇടാത്ത ഒരു കട്ടൻ ചായയും പിന്നെ ഈ എന്താ പറയുക ഈ ഒരു ക്രീം ബണ്ണാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ കട്ടൻ ചായ ആക്കിയതിൻ്റെ മെയിൻ കാരണവും ക്രീം ബണ്ണ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറച്ച് കലോറിയൊക്കെ ഇങ്ങനെ കുറച്ച് മധുരം ഇടാത്തതും ഒക്കെ മധുരം ഈ ഒരു ഉള്ളിൽ ചെറുതായിട്ട് ക്രീം ഉണ്ട് ഈ ബണ്ണിൽ. അപ്പോൾ അതുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, മധുരം ചായയിലിട്ടില്ല, ഇടാതെ അങ്ങനെ നമ്മൾ തന്നെ നമ്മുടേതായിട്ടുള്ള ഒരു ഡയറ്റൊക്കെ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് അത് തോന്നിയത് കേട്ടോ. അങ്ങനെ ഇത് കഴിച്ച് ഞാൻ എന്ത് ചെയ്തു, ഒരു 5:30 ആ ഒരു സമയമായപ്പോൾ ഞാൻ എൻ്റെ ഫുഡ് നിർത്തിയിട്ടുണ്ട്. 6 മണിക്കുള്ളിൽ നിർത്തണം എന്നാണ് എൻ്റെ പ്ലാന്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് 10 മണിക്ക് തുടങ്ങാമല്ലോ. അപ്പോൾ ഇമ്മ ഇവിടെ ചായയൊക്കെ കുടിച്ച് ഇങ്ങോട്ട് പോകുന്നു. ഞാൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫുഡ് കഴിഞ്ഞ് ഇനി ഇമ്മക്ക് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇമ്മ പോകുന്നത്. അപ്പോൾ ഒരു 8 മണിക്കാണ് ഇന്ന് ബുക്കിംഗ് ടൈം കിട്ടിയത്. രാത്രിയാണ് കേട്ടോ, ഈ ഒരു ഹോമിയോ ഡോക്ടറാണ്. അപ്പോൾ രാത്രിയാണ് കാണിക്കാറുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇതിൻ്റെ എക്സസൈസ് കഴിഞ്ഞിട്ട് പോകാം. കാരണം ഇന്നലെ തന്നെ ഞാൻ ഇതുമുന്നേ ഡോക്ടറെ കാണിക്കാൻ പോകാനുള്ളതുകൊണ്ട് എക്സസൈസ് ചെയ്തില്ല. കാരണം ഇതുമുന്നേ ജോസ് ആൻ്റണി ഡോക്ടറെ കാണിക്കാൻ രാത്രി 7 മണിക്കാണ് മൂപ്പരെയും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ എക്സസൈസിൻ്റെ സമയം 7 മണി ആയതുകൊണ്ട് ഇന്നലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നെന്തായാലും ഞാനൊന്ന് വർക്കൗട്ട് ചെയ്തിട്ട് പോകാമല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു മണിക്കൂർ എക്സസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നതാണ്. വന്ന ശേഷം എൻ്റെ ഹസ്ബൻഡിന് ഫുഡ് കൊടുത്തു. ഇതുമൂന്ന് ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു. അവളെ വിളിച്ചുകൊണ്ടൊന്ന്, അവൾക്ക് 8 മണി വരെ ആയിട്ടോ ട്യൂഷന്. അപ്പം 8-8:15 അപ്പോൾ അവൾ വന്നോളും. ഫുഡ് കഴിച്ച് ഞങ്ങളൊരു 8:30 കൂടിയാണ് ഇപ്പം ഉമ്മാനെ കാണിക്കാൻ പോണത് കേട്ടോ. അവർ 8:15 വരാനാണ് പറഞ്ഞത്. 8:30 ആകുമ്പോൾ എത്തിയാൽ തന്നെ കറക്റ്റായിരിക്കും. കാരണം ഭയങ്കര തിരക്കാട്ടോ അവിടെ. അപ്പോൾ അങ്ങനെ കാണിക്കാൻ പോയി. ഇനി ഞാനിപ്പോൾ എക്സസൈസിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര്. കാരണം ഞാനിപ്പോൾ ഓൺലൈനായിട്ടാണ് ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഗൂഗിൾ മീറ്റായിട്ട് ഒരുപാട് പേരുണ്ട് കേട്ടോ. അത് എക്സസൈസ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ വർക്കൗട്ടോ കാര്യങ്ങളൊന്നുമല്ല. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നമുക്ക് നമ്മുടെ ബോഡിയെ ഒരു വഴങ്ങി കിട്ടാനുള്ള ടൈപ്പുള്ള എക്സസൈസാണ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഭയങ്കര ഇരുന്നെണീക്കാൻ, നമുക്ക് കുമ്പിടാനും അങ്ങനെയുള്ള പണികളൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ എനിക്ക് മടിയായിട്ട്, കാരണം നമ്മൾ പല രീതിയിൽ പല മോഡലിലൊക്കെ കിടന്നിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ അത് ഞാൻ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതിനെ കുറച്ച് കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ പിന്നെ മാം കാണിക്കണ അതേപോലെ ഞാൻ ചെയ്യുകയാണ്, അടിപൊളിയായിട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരെയും ശ്രദ്ധിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ജ്യോതി മാം ആണ്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും കോൺടാക്ട് നമ്പറോ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റായിട്ട് ചോദിക്കുക. ഞാൻ ആ കോൺടാക്ട് നമ്പർ തരാം കേട്ടോ. അപ്പോൾ ആ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്കും അതിൽ ജോയിൻ ചെയ്യാം. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നല്ല അടിപൊളി, ഞാൻ ഇത്രയും അടിപൊളിയായിട്ട് എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ തടിക്ക് അത്രയും ഹെൽപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ കാരണം ജ്യോതി മാം ആണ്. എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തു നോക്കൂ. ചെയ്ത് നോക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്നും പറഞ്ഞിട്ട് എന്നെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഞാൻ 2 മാസമായിട്ട് ചെയ്യുന്നുണ്ട്, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഗുണം ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് അത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും എന്നോട് കമൻറ്റായിട്ട് പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഉമ്മാനെയൊക്കെ ഡോക്ടറെ കാണിച്ചു. ഒരു മാസത്തിനുള്ള മരുന്നൊക്കെ തന്നിട്ടുണ്ട്. ഇനി 1 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മാക്ക് ഷുഗറിനും അതേപോലെ തന്നെ നമ്മുടെ ഉമ്മാൻ്റെ കയ്യിനൊരു വേദനയാണ്. ആ വേദനക്കൊക്കെ നല്ല മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മരുന്നൊക്കെ വാങ്ങിയതാ ഇനി പോവാണ്. ഉമ്മാനെ ഞങ്ങൾ തന്നെ വീട്ടിൽ കൊണ്ടാക്കി. രാത്രിയല്ലേ, നല്ല ലേറ്റ് ആയതല്ലേ. അപ്പോൾ നമ്മൾ ഉമ്മാനെ കൊണ്ടാക്കി തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ എന്തൊക്കെയാണ് കഴിച്ച കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണുക. നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് കരുതിയിട്ട് എന്നാലും നമ്മുടെ വീട്ടിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും കൂടി ഒന്ന് കാണിച്ചതാണ് കേട്ടോ. അപ്പം രാത്രി ഇപ്പോൾ ഒരു ഇമ്മാനെ കൊണ്ടാക്കുമ്പോൾ തന്നെ 10:30-11 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി വീട്ടിലെത്തുക, കിടക്കുക, ഉറങ്ങുക, ഇതൊക്കെയാണ് പ്ലാന്.
ആ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ കൂടെ വെയിറ്റ് ലോസ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. ബൈ.